തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ ശേഷമുള്ള സി ജോസഫ് വിജയുടെ ആദ്യ പിറന്നാൾ ദിവസമാണിന്ന്. ജനങ്ങൾക്കായി ഈ പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ സർപ്രൈസ് എന്താകുമെന്നാണ് തമിഴകം ഉറ്റുനോക്കുന്നത്. ക്ഷേമ പദ്ധതികളുടെ വിപുലീകരണവും പുതിയ പദ്ധതികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ 51 പിറന്നാളുകൾ പോലെയല്ല സി ജോസഫ് വിജയ്ക്ക് ഈ പിറന്നാൾ. ജനങ്ങൾക്കായി അധികാരത്തിലേറിയ ശേഷമെത്തുന്ന പിറന്നാളിന് ഇരട്ടി മധുരം. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ചിലത് പദ്ധതികളായി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് തമിഴകം. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പ്രഖ്യാപനം സഭയിലുണ്ടാവാനാണ് സാധ്യത. പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. 46,000 പേർക്കാണ് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുക. സ്ത്രീകൾക്കുള്ള ക്ഷേമത്തുകയാണ് മറ്റൊന്ന്. നിലവിൽ DMK സർക്കാർ നൽകിയിരുന്ന 1000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇത് 2500 ആക്കി ഉയർത്തുമെന്നായിരുന്നു TVKയുടെ വാഗ്ദാനം. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട്. ആദ്യഘട്ടത്തിൽ 1500 രൂപയായും പിന്നീട് 2500ലേക്കും എത്തിക്കും വിധമാകും പദ്ധതി നടപ്പാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പുമായി മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തിയിരുന്നു. എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന TVK വാഗ്ദാനത്തിലും പ്രഖ്യാപനമുണ്ടായേക്കും. സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പരിപാടി 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വരെ ലഭ്യമാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. സ്വന്തം മണ്ഡലമായ പെരമ്പൂരിലെ MLA ഓഫീസ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. മാസത്തിലൊരിക്കൽ മണ്ഡലത്തിലെ ജനങ്ങളെ കണ്ട് പരാതികൾ സ്വീകരിക്കുമെന്ന് സി ജോസഫ് വിജയ് പറഞ്ഞിരുന്നു. ഇതിന്റെ ആദ്യപടിയാണ് ഓഫീസ് ഉദ്ഘാടനം. വിജയ് ഫാൻസും തമിഴക വെട്രിക്കഴകം പ്രവർത്തകരും ദളപതിയുടെ പിറന്നാൾ ഇന്നലെ മുതൽ തന്നെ ആഘോഷിച്ചു തുടങ്ങി. ഭക്ഷണ വിതരണം, മാരത്തൺ, രക്തദാന ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ ഇതിനകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇന്നും സമാന രീതിയിലാകും ആഘോഷ പരിപാടികൾ. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.